നമുക്ക് വീണ്ടും ബാലരാമപുരത്തേക്ക് പോകാം. അവിടെ 2.5 വയസ്സുകാരിയുടെ മരണത്തിൽ ഒരേ ഒരു പ്രതിയേ ഉള്ളൂ. അത് അമ്മാവൻ ഹരികുമാറാണെന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണം വരികയാണ്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുള്ള അമ്മ ശ്രീധുവിനെ രാത്രിയോടുകൂടി വിട്ടയക്കുമെന്നും അറിയുന്നു. ഗോകുൽനാഥ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, അമ്മ ശ്രീധുവിന് ഇതിൽ പങ്കില്ലേ? ആര്യ, ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ കേസിൽ ഇപ്പോൾ നിലവിൽ ഹരികുമാറിനെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. അതിൽ അമ്മയ്ക്കുള്ള പങ്ക്, എന്തായാലും അമ്മയ്ക്ക് പങ്ക് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അമ്മയെ ഇന്ന് വിടുകയും ചെയ്യും. എന്തായാലും അന്വേഷണം മുൻപോട്ട് പോകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് തന്നെയാണെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് ഈ ഹരികുമാറിന്റെ മൊഴികളിൽ വ്യക്തത വന്നു തുടങ്ങിയിട്ടുണ്ട്. ഹരികുമാറിനെ ഈ നിലവിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നിലവിൽ ഹാജരാക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ളത്. എന്തായാലും കുറച്ച് മുൻപാണ് അതേപോലെ തന്നെ അച്ഛനെയും മുത്തശ്ശിയെയും ഈ മരണാനന്തര ചടങ്ങുകൾക്കായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ കേസിൽ കൂടുതൽ വ്യക്തത വരികയാണ്. പ്രതി ഹരികുമാർ തന്നെ എന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്തിനെന്നുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കിയാവുകയാണ്. അതിലും വ്യക്തത വരുത്തേണ്ടതുണ്ട്. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അമ്മയെ വിട്ടയക്കും. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ വിട്ടയക്കുകയും ചെയ്യും. കൂടുതൽ അന്വേഷണങ്ങൾക്കായി പോലീസ് സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ എത്തണം തുടങ്ങിയ കാര്യങ്ങൾ ശ്രീധുവിനും അറിയിക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കേസിൽ കൂടുതൽ വ്യക്തത വരികയാണ്. ഹരികുമാർ തന്നെയാണ് ഇതിലെ പ്രതി. പക്ഷെ അപ്പോഴും എന്തിന് എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഈ ഒരു കേസിൽ ആദ്യം തൊട്ട് തന്നെ വരുന്ന ഒരു സംശയമായിരുന്നു, ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അമ്മ ഈ ഒരു ചെയ്ത കുറ്റം ഏറ്റെടുത്ത് ഇയാൾക്ക് എത്രയും പെട്ടെന്ന് നിന്ന് ഊരിപ്പോകാൻ കഴിയുന്ന ഒരു മാനസിക പ്രശ്നമുണ്ട് എന്നുള്ളൊരു കാര്യം മുൻപോട്ട് വെച്ച് എന്നുള്ള ഒരു സംശയങ്ങളൊക്കെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നടക്കം വന്നിരുന്നു. അപ്പോൾ അമ്മ ചെയ്ത കുറ്റം ഇയാൾ ഏറ്റെടുക്കുകയാണ് എന്നുള്ളൊരു സംശയം ഉയർന്നു വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു സംശയമൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലേ? ഈ ഒരു ചോദ്യം ചെയ്യലിൽ നിന്ന് അവർക്ക് എന്താണ് മനസ്സിലായ കാര്യങ്ങൾ? എന്തായാലും ഇപ്പോൾ ഹരികുമാർ തന്നെയാണ് പ്രതി. ഒരു പ്രതി മാത്രമേ ഉള്ളൂ. ആ 2.5 വയസ്സുകാരിയെ ജീവനോടെ കിണറ്റിലേക്ക് എറിഞ്ഞത് സ്വന്തം അമ്മാവനാണ്. ഹരികുമാർ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ചോദ്യം ചെയ്യലിൽ കുറ്റസമ്മതം നടത്തിയിരുന്നു. അമ്മയ്ക്ക് പങ്കുണ്ടോ, അമ്മ ശ്രീധുവിന് പങ്കുണ്ടോ എന്ന സംശയങ്ങളുണ്ടായിരുന്നു പോലീസിന്. എന്തായാലും അമ്മ ശ്രീധുവിനെ ഇന്ന് വിട്ടയക്കും. എപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാലും വരണം, സ്റ്റേഷൻ പരിധി വിട്ടു പോകരുത് എന്ന നിബന്ധനകളോടുകൂടി ഇന്ന് രാത്രി ശ്രീധുവിനെ വിട്ടയക്കും. അല്പസമയം മുൻപ് അവിടെ ഉണ്ടായിരുന്ന ദേവയന്തുവിന്റെ അച്ഛൻ ശ്രീജിത്തിനെയും മുത്തശ്ശിയെയും വിട്ടയച്ചിരുന്നു. അവർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തു. അമ്മയെ തൽക്കാലം വിട്ടയക്കും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അമ്മാവൻ ഹരികുമാറിന്റെ അറസ്റ്റ് അല്പസമയത്തിനകം തന്നെ രേഖപ്പെടുത്തും. നെയ്യാറ്റിൻകര ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. അദ്ദേഹത്തിന്റെ ഒരു ഔദ്യോഗികമായ പ്രതികരണം, കാരണം ഇപ്പോൾ പുറത്തേക്ക് വന്ന വിവരങ്ങൾ മാത്രമാണുള്ളത്, പോലീസിന്റെ നിഗമനങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ പോലീസ് കണ്ടെത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതുമായി ബന്ധപ്പെട്ട് ഇനി പോലീസിന്റെ നടപടികൾ എന്തൊക്കെയായിരിക്കും, ഇത് അറിയേണ്ടതുണ്ട്. നെയ്യാറ്റിൻകര ഡിവൈഎസ്പി മാധ്യമങ്ങളോട് അല്പസമയത്തിനകം സംസാരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗോകുൽനാഥ് തുടരുന്നുണ്ട്. ഗോകുൽ, ഈ അമ്മാവന്റെ അറസ്റ്റ് വൈകാതെ തന്നെ രേഖപ്പെടുത്തുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അമ്മയ്ക്ക് പങ്കില്ല എന്നുള്ള കാര്യം എങ്ങനെയാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്? ആര്യ, ഇതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോഴും ഈ സാധാരണഗതിയിൽ ഒരു കൊലപാതക കേസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ആണ് ഇതിലൊരു അവസാന അന്തിമ വാക്ക് പറയേണ്ടത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തേണ്ടത്. എങ്ങനെയാണ് മോഡസ് ഓപ്പറാൻഡി നടന്നിട്ടുള്ളത്, എങ്ങനെയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തിട്ടുണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ ഒരു പ്രതികരണം ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് പോലീസ് ഇപ്പോഴും ഒന്നും പ്രതികരണം നടത്തിയിട്ടില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇനിയിപ്പോൾ അറസ്റ്റിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഹരികുമാറിന്റെ അറസ്റ്റ് ഒരു അല്പസമയത്തിനകം പൂർത്തിയാകുകയും തുടർന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയും ചെയ്യും. അങ്ങനെ ഒരു നടപടിയിലേക്ക് തന്നെ മുൻപോട്ട് പോകും. അപ്പോഴും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ മുൻപോട്ട് പോകും. നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു, ആദ്യം ഈ കേസിലേക്ക് വരുമ്പോൾ ഇതിന്റെ നാൾവഴികൾ, ഈ ഒരു ദിവസം നീണ്ടു നിന്ന ഈ ഒരു അന്വേഷണത്തിൽ ആദ്യം അമ്മയെയും അതേപോലെ തന്നെ അച്ഛനെയും ഒക്കെ തന്നെ പ്രതിനിഴലിൽ നിൽക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. 4 പേരെയുമായിരുന്നു പോലീസ് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യലിനായി ഇവിടെ ബാലരാമപുരം സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വരുമ്പോൾ അമ്മയിലേക്ക് മാത്രം ഒതുങ്ങുകയും പിന്നീട് അമ്മാവനിലേക്കും സംശയത്തിന്റെ നിഴലുകൾ നീളുകയും ചെയ്തു. ഏറ്റവും അവസാനം അമ്മ അല്ലെങ്കിൽ അമ്മാവൻ എന്നുള്ള തരത്തിൽ തന്നെ നിൽക്കുകയായിരുന്നു. അതിന് പോലീസിന് കൃത്യമായ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഈ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളൊക്കെ അതിന് വളരെ വ്യക്തമായി തന്നെ പോലീസിന് പ്രാഥമികമായിട്ടുള്ള വിവരം നൽകിയിട്ടുണ്ടായിരുന്നു. ഒന്നുകിൽ ഇവർ 2 പേരിൽ ആരെങ്കിലും ഒരാളാണെങ്കിൽ 2 പേരും ചേർന്നിട്ടാണ് ഈ കൃത്യം നിർവഹിച്ചിട്ടുണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ പോലീസിന് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നു. ആ ധാരണയെ പൊളിക്കാത്ത തരത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ടും കാര്യങ്ങളും പുറത്തേക്ക് വരുന്നത്. എന്തായാലും അമ്മാവന്റെ അറസ്റ്റ് നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകും.
അമ്മാവനെ ഉടൻ തന്നെ വൈദ്യപരിശോധനകൾക്കായി ഇവിടെ നിന്ന് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കേസ് ഇവിടെ കൊണ്ട് കഴിയുന്നില്ല. കാരണം ഇതിന്റെ മോട്ടീവ് എന്താണെന്നുള്ളത് വ്യക്തമാകേണ്ടതുണ്ട്. സാമ്പത്തിക പരാധീനത ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴും അതിനപ്പുറത്തേക്ക് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായ കാര്യങ്ങളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിനപ്പുറത്തേക്ക് കുറച്ച് ചാറ്റുകൾ ലഭിച്ചതായി പറയുന്നുണ്ട്. ആ ചാറ്റുകൾ എന്താണ്, ഉള്ളടക്കം എന്താണെന്നുള്ള തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി അറിയേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ കൂടെ പുറത്തു വന്നാൽ മാത്രമേ ഈ പരിശോധിച്ചപ്പോൾ അതിൽ പല വാട്സ്ആപ്പ് ചാറ്റുകളും ഡിലീറ്റ് ചെയ്യപ്പെട്ട നിലയിലാണെന്ന് പറയുന്നു. മാനസിക പ്രശ്നമുള്ള ആളാണെന്ന് പറയുന്നു. അപ്പം ആസൂത്രണം ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇപ്പൊ നെയ്യാറ്റിൻകര ഡിവൈഎസ്പി മാധ്യമങ്ങളോട് സംസാരിക്കുമോ ഇന്ന്? ഉടൻ പ്രതീക്ഷിക്കാമോ അദ്ദേഹത്തിന്റെ ഒരു പ്രസ് മീറ്റ്? ആര്യ, ഈ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ വീട്ടിലേക്ക് തന്നെയാണ് ഡിവൈഎസ്പി പോയിട്ടുള്ളത്. എന്തായാലും അതിനുശേഷമേ ഈ പ്രതികരണം ഉണ്ടാവുകയുള്ളൂ. 7 മണിയോടുകൂടി തന്നെയാണ് ഈ അറസ്റ്റ് നടപടികളിലേക്ക് മുൻപോട്ട് പോകാൻ സാധ്യത എന്നാണ് അറിയുന്നത്. ആ സമയത്തേക്കും എന്തായാലും ഈ പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട്. എന്തായാലും ആ സമയത്ത് ഈ മോട്ടീവ് എന്താണ്, കുട്ടിയെ കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് എന്തുകൊണ്ട് ഈ സംഘം നീങ്ങി, അല്ലെങ്കിൽ ഈ പ്രതി നീങ്ങി തുടങ്ങിയ കാര്യങ്ങളിലേക്ക് അതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അപ്പോഴും ഈ പോലീസിന്റെ പ്രതിപട്ടികയിൽ നിഴലിൽ നിന്നിട്ടുള്ള ഒരാളാണ് അമ്മ. അപ്പോൾ ആ അമ്മയെ വിട്ടയക്കുന്നതിലുള്ള യുക്തി എന്താണ്, എന്തുകൊണ്ട് വിട്ടയക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലും വ്യക്തത വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരനൊപ്പമുള്ള ചാറ്റിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പല ചാറ്റുകളും ഡിലീറ്റ് ചെയ്യപ്പെട്ടതായിട്ടാണ് വിവരം. ഈ ഡിലീറ്റ് ചെയ്യപ്പെട്ട ചാറ്റുകൾ റിക്കവർ ചെയ്യാനുള്ള നടപടികൾ എന്തൊക്കെയാണ്? വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമെന്ന് പറയുന്നുണ്ട്. പ്രാഥമികമായിട്ട് പോലീസിന്റെ അന്വേഷണത്തിൽ കുറെ കാര്യങ്ങൾ ഇനിയും നമ്മുടെ മുന്നിലേക്ക് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ പോലീസിന്റെ അന്വേഷണത്തിൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. ചോദ്യം ചെയ്യലിൽ പ്രതി കുഞ്ഞിന്റെ അമ്മാവനായ ഹരികുമാർ ആണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 7 മണിയോടുകൂടി ഹരികുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി അവിടേക്ക് പോയിരിക്കുകയാണ് നെയ്യാറ്റിൻകര ഡിവൈഎസ്പി.